SDRF ഫണ്ട് മാനദണ്ഡപ്രകാരം പണം ചെലവഴിക്കുന്നതിന് പരിമിതികളുണ്ടെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മുണ്ടക്കൈ ദുരന്തത്തിൽ ഒരു സഹായവും കേന്ദ്ര സർക്കാർ നൽകിയിട്ടില്ലെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. വാടക വീട്ടിലാണ് ആളുകൾ താമസിക്കുന്നത് പുനരധിവാസം വരെ. ആ വാടക STRF-ൽ നിന്ന് കൊടുക്കാൻ പറ്റുമോ? കോടതി പരിശോധിച്ചാൽ മതി. STRF-ൽ നിന്ന് കൊടുക്കാനാകില്ല, അത് CMDRF-ൽ നിന്നാണ് കൊടുക്കുന്നത്. 1032 കുടുംബങ്ങൾക്ക് 10,000 രൂപ അടിയന്തര ധനസഹായം കൊടുത്തു. STRF-ൽ നിന്ന് എത്ര കൊടുക്കാൻ പറ്റും? എത്ര കോടി കേരളത്തിലുണ്ടായാലും 5,000 ഒരാൾക്ക് കൊടുക്കാൻ പറ്റൂ. ബാക്കി 10,000-ൽ 5,000 CMDRF-ൽ നിന്ന് കൊടുക്കണം. മാനദണ്ഡങ്ങൾ അനുസരിച്ച് കിട്ടിയ കാശല്ലാതെ ചൂരൽമലയ്ക്ക് വേണ്ടി ഒരു പ്രത്യേകമായിട്ടുള്ള ഫണ്ട് അനുവദിച്ചിട്ടില്ല. മുണ്ടക്കൈ ദുരന്തത്തിൽ കേന്ദ്രവും സംസ്ഥാനവും നിരുത്തരവാദപരമായി പെരുമാറുകയാണെന്ന് കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ. അഡ്വാൻസ് കൊടുക്കാലോ കേന്ദ്രത്തിന്, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ കാര്യത്തിൽ ആ സമീപനം കേരളത്തെ ശിക്ഷിക്കുന്നതായി, വയനാടിനെ ശിക്ഷിക്കുന്നതായി ശരിയായ കാര്യമല്ല. കയ്യിലുള്ള പൈസ വെച്ച് നടത്തിയിട്ട് കേന്ദ്രത്തോട് വാങ്ങിച്ചെടുക്കാനുള്ള നടപടിയായിരുന്നു കേരള സർക്കാർ സ്വീകരിക്കേണ്ടത്. കേന്ദ്രം ചെയ്യുന്നത് തെറ്റായ കാര്യമാണെന്ന് ആവർത്തിച്ചുകൊണ്ട് തന്നെ ആ കാര്യം മാത്രം പറഞ്ഞിട്ട് ഈ ദുരന്തമുഖത്ത് നിന്നും മാറി നിൽക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയില്ല. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഹൈക്കോടതിയുടെ ഗുരുതരമായിട്ടുള്ള വിമർശനം. ഇത് കേരളത്തിലെ ജനങ്ങളുടെ വിമർശനമാണ്. വയനാട് പുനരധിവാസത്തിൽ സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്യുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഒരുപോലെ ഉത്തരവാദികളാണെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. ഒരു വശത്ത് കേന്ദ്ര ഗവൺമെന്റ് ഒരു തുക പോലും തരുന്നില്ല. സർക്കാരിന്റെ കയ്യിൽ വലിയ തുക കിട്ടിയിട്ടുണ്ടല്ലോ, ആ തുക ചെലവഴിക്കുന്നുണ്ടോ? അവിടെ എന്ത് റീഹാബിലിറ്റേഷൻ പ്രോസസ് നടക്കുന്നത്? ഒരു ദുരന്ത നിവാരണവും ഇല്ല. വീട് കൊടുക്കാൻ ആളുകൾ റെഡിയായി നിൽക്കുന്നു. 1000-ഓളം വീടുകളാണ് ഓഫറുള്ളത്. ആ വീട് കൊടുക്കാൻ സ്ഥലം സർക്കാർ തരുമെന്ന് പറഞ്ഞു. സ്ഥലം കൊടുക്കാൻ ഇത്ര മാസമായിട്ട് സർക്കാരിന് പറ്റിയിട്ടില്ല. വയനാട് പുനരധിവാസ പാക്കേജ് അട്ടിമറിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് വ്യക്തമായതായി BJP. പ്രസക്തമായ ചോദ്യങ്ങളാണ് കോടതി ഉന്നയിച്ചതെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് പുനരധിവാസ പാക്കേജ് പൂർണ്ണമായിട്ടും അട്ടിമറിച്ചത് സംസ്ഥാന ഗവൺമെൻറ് തന്നെയാണ് എന്ന് കൃത്യമായി തെളിഞ്ഞിരിക്കുകയാണ്. വയനാട് പുനരധിവാസ പാക്കേജ് വൈകുന്നതിന് കാരണം കേന്ദ്ര സർക്കാരല്ല, സംസ്ഥാന ഗവൺമെൻറ്റാണ്. ഹൈക്കോടതി ഇന്ന് അത് ആവർത്തിച്ച് അടിവരയിട്ടിരിക്കുന്നു. വയനാട്ടിൽ ഹർത്താൽ നടത്തിയ LDF-ഉം UDF-ഉം ജനങ്ങളോട് മാപ്പ് പറയണം. അതേസമയം കേന്ദ്ര ആഭ്യന്തര മന്ത്രി ഈ വിഷയത്തിൽ നൽകിയ മറുപടി നിരാശാജനകമെന്ന് ഡൽഹിയിലെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് കുറ്റപ്പെടുത്തി. ഓഗസ്റ്റ് 2-ാം തീയതി ഇത് ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്ന മുഖ്യമന്ത്രിയുടെ കത്ത് തിരുവനന്തപുരത്ത് നിന്ന് അയക്കുകയും ഞാനിവിടെ അത് പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ ഫോളോ അപ്പ് ചെയ്യുകയും ചെയ്തു. അത് കഴിഞ്ഞ് 17-ാം ദിവസം നാം 1,202 കോടി രൂപയുടെ ധനസഹായം വേണം എന്ന മെമ്മോറാണ്ടം കൊടുത്തു. പാർലമെൻറ്റ് തുടങ്ങിയ സന്ദർഭത്തിൽ നിർമ്മലാ സീതാരാമൻ്റെ ഒരു അപ്പോയിൻമെൻറ്റ് എന്നെ വിളിച്ചിരുന്നു. അവിടെയും പറഞ്ഞത് ആവശ്യമായ സഹായം നൽകും എന്നായിരുന്നു. കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി നൽകിയ മറുപടി വളരെ നിരാശാജനകമാണ്.